हमने देखा, हमने पाया, शिव भोला भगवान। कितना मीठा, कितना प्यारा, शिव भोला भगवान, शिव भोला भगवान। हमने देखा, हमने पाया, शिव भोला भगवान। कितना मीठा, कितना प्यारा, शिव भोला भगवान, शिव भोला भगवान। हमने देखा, हमने पाया, शिव भोला भगवान। कितना मीठा, कितना प्यारा, शिव भोला भगवान, शिव भोला संगम का शुभ पावन युग यह, नई सृष्टि का प्रारंभ। मनोविकारों की मूर्छामय बीत चली है रात, अनुभव की है बात। ഓം ശാന്തി. നമ്മൾ നമ്മുടെ ദേവതാദാദിയോടൊപ്പം സഞ്ചരിക്കുകയാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് എല്ലാവരും ഡെയിലി ഉറങ്ങണത് സ്വർഗത്തിലെ നിദ്രയായിരിക്കും അല്ലേ. ദാദി സത്യയുഗി ദാദിയാണല്ലോ. ഇന്ന് വിനോദ ബഹൻ ദാദിയുടെ ബുദ്ധിയുടെ ലൈൻ എത്ര ക്ലിയറാണ് എന്ന് പറയുകയാണ്. അതിനൊരു സംഭവം പറയുകയാണ്. ദാദിജിയുടെ വിശേഷ പാർട്ട് ട്രാൻസിൻ്റേതായിരുന്നുവല്ലോ. തുറന്ന കണ്ണുകളോടെ ദാദി ട്രാൻസിൽ പോകുമായിരുന്നു. സ്വർഗത്തിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ മുഴുകി പോകുമായിരുന്നു. അതായത് നമുക്ക് അപ്പോൾ ഫീൽ ചെയ്യും ദാദി അവിടെ തന്നെയാണ്, അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് പോലെ. നമുക്കും തോന്നും നമ്മളും സ്വർഗത്തിലെത്തി എന്ന്. അങ്ങനെ ദാദി ആ കാര്യങ്ങൾ പറയുമായിരുന്നു. 4 മണിക്കൂറൊക്കെ 3 മണിക്കൂർ 4 മണിക്കൂർ സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുക ദാദിക്കൊരു സാധാരണ കാര്യമായിരുന്നു. 3-4 മണിക്കൂർ ഭോഗ് വയ്ക്കുന്ന സമയത്ത് പലപ്പോഴും ദാദി സ്വർഗത്തിലെ രാജകുമാരിയായി രാസലീല ആരംഭിക്കുമായിരുന്നു. ക്ലാസ്സിലിരിക്കുന്ന ആരെങ്കിലും ഈശ്വരീയ മര്യാദകൾ ലംഘിച്ച് ക്ലാസ്സിൽ വന്നിരിക്കുകയാണെങ്കിൽ ദാദിക്ക് അവരിൽ നിന്ന് വൈബ്രേഷൻ ഉടനെ കിട്ടും. ക്ലാസ്സിൽ തന്നെ ദാദി പറയുകയും ചെയ്യും. യോഗം ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും മനസ്സ് വേറെ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ആര് ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു, ആരുടെ ബുദ്ധിയോഗം അലഞ്ഞു തിരിയുന്നു, ഇതെല്ലാം ക്ലിയറായിട്ട് ദാദിക്ക് മനസ്സിലാക്കുമായിരുന്നു. കാരണം
ദാദിജിയുടെ ബുദ്ധിയുടെ ലൈൻ ബാബയുടെ അടുത്ത് അത്ര ക്ലിയർ ആയിരുന്നു. നഷ്ടമോഹിയായിരുന്നു ദാദി. അതിൽ ആ ബഹൻജി പറയണത് 96 വയസ്സിലും ദാദിജിയിൽ ആലസ്യത്തിൻ്റെ പേരോ അടയാളമോ പോലും ഉണ്ടായിരുന്നില്ല. ഉന്മേഷോത്സാഹത്തിൽ അപ്പോഴും ജീവിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും സ്വന്തം കൈകൊണ്ട് ചെയ്യുമായിരുന്നു. ആരിൽ നിന്ന് ഒരു സേവനവും എടുക്കുമായിരുന്നില്ല. പൂർണ്ണ നഷ്ടമോഹിയായിരുന്നു ദാദി. ഇനി മറ്റൊരു സഹോദരി അമിത ബഹൻ, കുഞ്ഞുനാൾ മുതൽ ദാദിയോടൊപ്പം പാലനെടുത്ത കുട്ടി. ആ സഹോദരി പറയാണ്, ദാദിയുടെ ഓരോ ഞരമ്പുകളിലും യജ്ഞത്തോടുള്ള അതിയായ സ്നേഹമായിരുന്നു. അതിനൊരു സംഭവം ഓർമ്മ വരികയാണ്. ഒരിക്കലും മധുബനിൽ ദാദിമാരുടെ 70 വർഷത്തെ യജ്ഞജീവിതത്തിൻ്റെ ഒരാഘോഷം നടക്കുകയായിരുന്നു. ആ സമയത്ത് മധുബനിൽ വാർഷിക മീറ്റിങ്ങിൻ്റെ ടൈമുമായിരുന്നു. ഏകദേശം 1000-ഓളം സഹോദരന്മാർ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ആ പ്രോഗ്രാമിലാണ് ദാദിമാരുടെ ജീവിതത്തിൻ്റെ 70 വർഷം ആഘോഷിച്ചത്. അപ്പോൾ എല്ലാവരും ദാദിമാർക്ക് യജ്ഞത്തിൻ്റെ ഓരോരോ ഗിഫ്റ്റുകൾ നൽകി. അപ്പോൾ ദേവദാ ദാദിജിക്കും വളരെയധികം ഗിഫ്റ്റുകൾ എല്ലാവരിൽ നിന്നും കിട്ടി. അവസാനം ആ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ദാദിജിയുടെ റൂമിലേക്ക് അത് കൊടുത്തു വിട്ടു. അപ്പോൾ ദാദി പറഞ്ഞു, ഈ സാധനങ്ങളെല്ലാം മാറ്റി വയ്ക്കൂ. പല സഹോദരിമാരും ഞങ്ങൾ ദാദിയുടെ കൂടെയുള്ളവർ വന്നിട്ട്, ദാദി ആ സാധനം എനിക്ക് തരൂ, ഇതെനിക്ക് തരൂ വന്നിട്ട് ചെറിയ സിസ്റ്റേഴ്സൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പം ദാദി സൂചനയിലൂടെ പറഞ്ഞു, ഈ ഗിഫ്റ്റുകളെല്ലാം ആരെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു അവരത് യജ്ഞത്തിന് വേണ്ടി നൽകിയതാണ്. അതിൽ മധുബൻ യജ്ഞത്തിൽ നിന്ന് തന്ന സാധനം മാത്രം ദാദി എടുത്തു. ബാക്കി ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത സഹോദരന്മാർ എന്തെല്ലാം വാങ്ങിയിട്ട് കൊണ്ടുവന്ന് തന്നു അതെല്ലാം ദാദി പറഞ്ഞു അത് മധുബൻ യജ്ഞത്തിലേക്ക് സമർപ്പിക്കാനുള്ളതാണ്. അത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ദാദി ഉപയോഗിക്കാൻ പാടില്ല. മധുബൻ വീട്ടിൽ നിന്ന് തന്നത് മാത്രമേ ദാദി കൊണ്ടുപോകുള്ളൂ പറഞ്ഞു. അങ്ങനെയെല്ലാം ദാദി യജ്ഞത്തിൽ തന്നെ സമർപ്പിച്ചു. അതായത് ദാദിയുടെ ഞരമ്പുകളിൽ ബാബയുടെ യജ്ഞത്തോട് അത്ര പ്രേമമായിരുന്നു. ഓരോ കാര്യത്തിലും ദാദിക്ക് ആദ്യം ബാബ, മധുബൻ, ഇത് തന്നെയായിരുന്നു സ്മൃതി ഉണർന്നിരുന്നത്. എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദാദിജിക്ക് മുൻകൂട്ടി ഫീൽ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു മാതാജി ദാദിയെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ദാദി ആരെപ്പോൾ വന്നാലും വളരെ സ്നേഹത്തോടു കൂടി അവരെ കാണുമായിരുന്നു. എപ്പോൾ വന്നാലും ദാദി പറ്റില്ല എന്ന് പറയുമായിരുന്നില്ല. പക്ഷേ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഈ മാതാജി ദാദിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ദാദി ഇല്ല, പൊയ്ക്കോളൂ, വേഗം വീട്ടിലേക്ക് പൊയ്ക്കോളൂ, വൈകുന്നേരം വന്ന് കാണാമെന്ന് പറഞ്ഞു. മാതാജിക്ക് ആശ്ചര്യമായി. കാരണം ഒരിക്കലും ദാദി കാണാതിരുന്നിട്ടില്ല, വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടില്ല. പിന്നെ വൈകിട്ട് വീണ്ടും വരൂ, അപ്പോൾ ദാദി കാണാൻ സംസാരിക്കാം, ആദ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ മാതാജിക്ക് അത് കേട്ടപ്പോൾ ഇത്തിരി വിഷമായി. ഞാൻ ദാദിയെ കാണാൻ വന്നിട്ട് എന്താ ദാദി എന്നെ കാണാഞ്ഞത്, എന്താ വേഗം പറഞ്ഞു വിട്ട വീട്ടിലേക്ക് തിരിച്ച്. കുറച്ച് ഉദാസീനതയോടെയാണെങ്കിൽ അവർ ദാദി പറഞ്ഞതല്ലേ തിരിച്ചു പോയി. പക്ഷെ തിരിച്ച് വീടെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ആ സമയത്ത് അവർ വീട്ടിലേക്ക് വരുന്നതും വീട്ടിൻ്റെ ഉള്ളിൽ കള്ളൻ കടന്നിരിക്കുകയാണ്. കള്ളൻ സാധനങ്ങളെല്ലാം പെറുക്കി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ആ സമയത്താണ് ഇവർ വീട്ടിലേക്ക് തിരിച്ച് കയറി വരുന്നത്. അവരെ കണ്ടതും സാധനങ്ങളെല്ലാം ഇട്ടിട്ട് കള്ളൻ ഓടിപ്പോയി. അപ്പോഴാണ് ഈ മാതാജിക്ക് മനസ്സിലായത്, ദാദി എന്നെ എന്തുകൊണ്ട് വേഗം തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. ദാദിജിക്ക് തീർച്ചയായും ഈ ഫീലിംഗ്, ടച്ചിങ് ബാബയുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ വേഗം വീട്ടിലേക്ക് വിട്ടത്. അതോടുകൂടി മാതാജിക്ക് വളരെയധികം സന്തോഷമായി. ഇനി മറ്റൊരു സഹോദരി, മീററ്റിലെ തന്നെ സരോജ ബെഹൻ, ദാദിയെക്കുറിച്ച് പറയുന്നത്, ദാദിയുടെ ബുദ്ധിയുടെ ലൈൻ ട്രാൻസിൻ്റെ ഈ വിശേഷ പാർട്ട് കാരണം ബുദ്ധിയുടെ ലൈൻ ഇത്രയും ക്ലിയർ ആയിരുന്നു എന്നതിന് മറ്റൊരു സംഭവം പറയാണ്. ദേവദാ ദാദിയുടേത് വളരെ വണ്ടർഫുൾ പാർട്ടായിരുന്നു യജ്ഞത്തിലെന്ന് നമുക്ക് ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിലാക്കും. ക്ലാസ്സിൽ വന്നിരുന്ന ഒരു സഹോദരൻ, ആ ഭായിയുടെ പുത്രൻ വർഷങ്ങൾക്ക് മുമ്പ്, ജ്ഞാനത്തിൽ അവർ വരുന്നതിന് മുമ്പേ കാണാതായി. ജ്ഞാനത്തിൽ വന്നപ്പോൾ ദാദി ഇതുപോലെ വിശേഷ പാർട്ട് ധരിയണമെന്നും ദാദിക്ക് ട്രാൻസിൽ പോകാനുള്ള വിശേഷ കഴിവുണ്ടെന്ന് കേട്ടപ്പോൾ ആ സഹോദരൻ ദാദിയോട് ഇപ്രകാരം തൻ്റെ പുത്രൻ എവിടെയാണെന്ന് കണ്ടെത്താൻ സഹായിക്കാൻ പറ്റുമോ ചോദിച്ചു, ബാബയോട് ചോദിച്ചിട്ട്. കാരണം അത്ര ദുഃഖിതരായിരുന്നു ആ കുടുംബം. അപ്പം ദാദി പറഞ്ഞു ബാബയ്ക്ക് ഭോഗ് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഭായി ബാബ വീട്ടിൽ ഭോഗ് സമർപ്പിച്ചു. ദാദി ട്രാൻസിൽ പോയി ബാബയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ദാദിജിക്ക് ദൃശ്യം കാണിച്ചു കൊടുത്തു. ഡൽഹിയിൽ ഒരു പാലത്തിൻ്റെ അടിയിൽ ഒരു ഓട്ടോറിക്ഷയിൽ കുട്ടി ഉറങ്ങിക്കിടക്കുന്നത് കാണിച്ചു കൊടുത്തു. അതേപോലെ ഉടനെ ഇദ്ദേഹം ഡൽഹിയിൽ ഫോൺ ചെയ്ത് അന്വേഷിച്ച സമയത്ത് കുട്ടിയെ കറക്റ്റ് സ്ഥലത്ത് നിന്ന് കിട്ടി. അതായത് ദാദിയുടെ ബുദ്ധിയുടെ ലൈൻ അത്രത്തോളം ബാബയുടെ അടുത്ത് ക്ലിയർ ആയിരുന്നു. ഇത് ട്രാൻസിൻ്റെ പാർട്ട് മൂലം ദാദിക്ക് കിട്ടിയ ഒരു വിശേഷ വരദാനമായിരുന്നു. ഒരിക്കൽ ദാദിജിക്ക് കണ്ണിൻ്റെ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഡോക്ടർക്ക് അത്ഭുതമായി. ഇത്രയും പ്രായത്തിൽ വേറെ ഒരു തരത്തിലുള്ള BP, ഷുഗർ യാതൊന്നും ഇല്ലാത്തൊരു പേഷ്യൻറ്റിനെ കണ്ടപ്പോൾ ഡോക്ടർക്ക് അത്ഭുതം തോന്നി. ഇത്ര ഏജായിട്ടും BPയിലൊന്നും യാതൊരു വേരിയേഷനും ഇല്ല. 2007 മെയ് 8 96 വയസ്സിലാണ് ദാദി ശരീരം വിടുന്നത്. ആ സമയത്ത് ദാദിയുടെ സ്ഥിതി എത്ര ഉബ്രാമമായ ഒരവസ്ഥയായിരുന്നു. ഭാവന ബെൻ ദാദിയെക്കുറിച്ച്, ദാദിയോടൊപ്പം ജീവിച്ച അവിസ്മരണീയ നിമിഷങ്ങളെ ഓർമ്മിക്കുകയാണ്. ഭാവന ബെൻ പറയുന്നത്, ദാദി സത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മാനവ ശരീരത്തിലെ ഒരു ദേവത അവതാരമായിരുന്നു. ശരീരമെന്നേ പറയാൻ പറ്റുള്ളൂ മനുഷ്യൻ്റെ. സത്യമായും ദേവദൂത ഫരിസ്തയായിരുന്നു ദാദി. ശക്തി സ്വരൂപവുമായിരുന്നു. പുറമേ കാണുമ്പോൾ ശരീരം നമ്മളെപ്പോലെ, പക്ഷേ അതിൽ ദേവതയാണ് വസിച്ചിരുന്നത്. ബ്രഹ്മകുമാരി ജീവിതത്തിൻ്റെ ആരംഭത്തിൽ എനിക്ക് 5 വർഷം ദാദിയുടെ പാലന കിട്ടി. ആ പാലനയാണ് എൻ്റെ ജീവിതത്തെ, ധാരണകളെ ഉറപ്പിച്ചത്. കാരണം ദാദിയുടെ ഹൃദയത്തിൽ സദാ ബാബ ബാബ, യജ്ഞം, സേവനം, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാബ, സേവനം, യജ്ഞം. സമയത്തിൽ വളരെ അക്യുറേറ്റ് ആയിരുന്നു ദാദി. 3:30 അമൃതവേളയുടെ പാട്ട് വയ്ക്കേണ്ട സഹോദരൻ
ഏതെങ്കിലും കാരണത്താൽ ഉറക്കത്തിൽ പെട്ടുപോയി പാട്ട് വെച്ചിട്ടില്ലെങ്കിൽ ദാദി സ്വയം സൗണ്ട് ഉണ്ടാക്കി വിളിച്ച് ഉണർത്തി കൃത്യസമയത്ത് പാട്ട് വെപ്പിക്കും. യോഗത്തിന് ശേഷം ദാദി തയ്യാറായി 5:30 തന്നെ ക്ലാസ്സിലെത്തും. ഉടൻ ബാബ മമ്മയുടെ സൗണ്ട് വയ്ക്കും. കുറച്ച് നേരം അത് കേട്ട് അതിനുശേഷം യോഗം ആരംഭിക്കും. പിന്നെ മുരളി. ദാദി നടന്നു വരുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങളെല്ലാം ഓടി വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയാം ശരിക്കും ദാദിയുടെ സൗണ്ടാണ് ഞങ്ങൾക്ക് അലാറം. ദാദി ക്ലാസ്സിലെത്തിക്കഴിഞ്ഞു. അതേപോലെ ദാദി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് ബാബയ്ക്ക് പോക വച്ചിരിക്കണം. ദാദി പറയും മധുവനത്തിലെ ബാബ വീട്ടിൽ കൃത്യം 12 മണിക്കാണ് ഭോഗ് വച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബാബയുടെ വീടുകളിൽ 12 എന്നുള്ളത് 12:15 പോലും ആകാൻ പാടില്ല. കൃത്യം 12 മണിക്ക് അക്യുറേറ്റ് ടൈമിൽ ഭോഗ് സമർപ്പിച്ചിരിക്കണം. ഈ കാര്യത്തിൽ ഞങ്ങളെല്ലാവരെയും അലർട്ടാക്കിയിരുന്നു ദാദി. യോഗത്തിലിരിക്കുമ്പോഴോ ദാദി ഒരു സാക്ഷാത് ദേവിയെ പോലെയായിരുന്നു. ഒരു മൂർത്തി ഇരിക്കുകയാണ്, പ്രതിമ ഇരിക്കുകയാണെന്ന് തോന്നും. അത്രത്തോളം തികച്ച് ഇളകില്ല, കൺപോള പോലും ചലിക്കില്ല. അപ്നെ ലിയെ കുച്ച് നഹീ ചാഹാ. ദാദി ഒരിക്കലും വ്യക്തിപരമായി ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ദാദിജി ത്യാഗമൂർത്തിയായിരുന്നു. മെറട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പല മീറ്റിങ്ങുകൾക്കും വരാൻ നല്ല ദൂരമുണ്ട്. പക്ഷെ ഒരിക്കലും തനിക്ക് വേണ്ടി ഒരു വണ്ടി വാങ്ങി വെക്കണം എന്ന് ആഗ്രഹിച്ചിട്ടേയില്ല. വേണമെങ്കിൽ വാങ്ങാമായിരുന്നു ദാദിക്ക്. എല്ലാ സഹോദരന്മാരും പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ദാദി വേണ്ട, ബാബയുടെ യജ്ഞത്തിലെ പൈസ എടുത്ത് വണ്ടി വാങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. അതായത് തൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കാൻ ദാദി സമ്മതിച്ചിരുന്നില്ല. താമസിച്ചിരുന്ന ബിൽഡിംഗ് വളരെ പഴയതായിരുന്നു. ദാദിയുടെ മുറിയിൽ ബാത്റൂം പോലും വളരെ ദൂരത്തായിരുന്നു. അപ്പോഴൊക്കെ ദാദി പറയുമായിരുന്നു പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാം, ബാത്റൂം അറ്റാച്ച്ഡ് തയ്യാറാക്കാം. അപ്പോൾ ദാദി പറയും എനിക്കിതൊന്നും ആവശ്യമില്ല. കാരണം ദാദിമാരെ യജ്ഞത്തിൽ ആരംഭം മുതലേ ത്യാഗമനോഭാവത്തോടു കൂടി ജീവിച്ചിരുന്നത് കൊണ്ട് വയസ്സായപ്പോഴും അവർക്ക് ബാത്റൂം പോകാൻ ദൂരേക്ക് പോകുന്നതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അവരുടെ ഉള്ളിൽ ആ ത്യാഗമനോഭാവം കൂടുതൽ ഉറക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങൾ പ്രായമായല്ലോ, ശരി ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ബാത്റൂം ആണെങ്കിൽ സൗകര്യമാണല്ലോ, അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ധനം മിച്ചപ്പെടുത്താമോ മിച്ചപ്പെടുത്തിയിട്ട് മധുബൻ ബാബ വീട്ടിലേക്ക് കൊടുക്കണം. ഇതൊറ്റ സങ്കല്പമേ ദാദിക്കുണ്ടായിരുന്നുള്ളൂ. ഒന്നും സെൻറ്ററിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കില്ല. പറയുമായിരുന്നു മധുബനിൽ ദാദിജിയുടെ അടുത്ത് സമർപ്പിക്കാം. നാളെ എന്തെങ്കിലും ആവശ്യം സെൻറ്ററിൽ വന്നാൽ ദാദി ഉണ്ടല്ലോ, എനിക്ക് പേടിയൊന്നുമില്ല. എല്ലാം വളരെ സത്യസന്ധതയോടെ ദാദിയോട് പറയുമായിരുന്നു. ഇനി ആരെങ്കിലും ദാദിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ പോലും അവരോടും ദാദിക്കൊന്നും തോന്നുമായിരുന്നില്ല. അവരെങ്ങനെ എന്നോട് പെരുമാറി എന്ന് പോലും ദാദി വിചാരിക്കില്ല. ബാബയോട് വളരെയധികം സ്നേഹമായിരുന്നു. ദാദിജിയുടെ മുറിയിൽ ബാബയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ റൂമിലേക്ക് നോക്കിയാൽ ദാദി അവിടെ ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും ബാബയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ചോദിക്കും, ദാദി ആപ് ക്യാ കർ രഹേ ഹോ,
ദാദി എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? അപ്പോൾ പറയും, നോക്കൂ, എൻ്റെ കൂടെ ബാബയല്ലേ മുറിയിൽ, ഞാൻ ബാബയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ കാര്യങ്ങൾ, യജ്ഞത്തിലെ കാര്യങ്ങൾ, ട്രാൻസിലെ കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ ദാദി ഇതിൽ മുഴുകുമായിരുന്നു. അത് പറയുമ്പോൾ തന്നെ, ബാബയെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ ദാദിക്ക് സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുമായിരുന്നു. തൻ്റെ ലൗകിക ജീവിതം ബാബയുടെ അടുത്തേക്ക് എങ്ങനെ വന്നു, എങ്ങനെ സർവസ്വവും ത്യാഗം ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ ദാദി പലപ്പോഴും കേൾപ്പിച്ചിരുന്നു. ബ്രാഹ്മണ ജീവിതത്തിൻ്റെയും ഭാവിയിലെ രാജകുമാരി ജീവിതത്തിൻ്റെ ഫോട്ടോ ബാബ ദാദിയുടെ ഉണ്ടാക്കിച്ചിരുന്നു. അത് കണ്ടിട്ട് ദാദിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. എപ്പോഴും പറയും, ഞാൻ വളരെ വേഗം ഈ രാജകുമാരിയാകാൻ പോവാണ്. രക്ഷാബന്ധന സമയത്ത് സഹോദരീ സഹോദരന്മാർക്ക് പവിത്രതയുടെ പ്രതിജ്ഞ ഉണർത്തുന്ന രാഖി അണിയിച്ചു കൊടുക്കുമ്പോൾ ദാദി ആ സമയത്തും ട്രാൻസ് അവസ്ഥയിലിരുന്നാണ് രാഖി കെട്ടിക്കൊടുത്തിരുന്നത്. എന്നിട്ട് ദാദി നോക്കും ഓരോരുത്തരെയും. രാഖി കെട്ടുന്നതിന് മുമ്പ് അവരുടെ ധാരണ ശരിയല്ലെങ്കിൽ ദാദിക്ക് ഉടനെ ഫീൽ ചെയ്യും, ഇവർ പവിത്രതയിൽ പക്കയല്ല. അപ്പോൾ ആദ്യം രാഖി കെട്ടി കൊടുക്കുന്നതിന് മുമ്പ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കും, എഴുതി വാങ്ങിക്കും. അതിന് ശേഷമേ അവർക്ക് രാഖി കെട്ടി കൊടുക്കുള്ളൂ. ദാദിയുടെ മറ്റൊരു വിശേഷത ഓർമ്മിപ്പിക്കുകയാണ്, ബഡോങ്കാ സമാൻ. മുതിർന്നവർക്ക് ദാദി വളരെയധികം ബഹുമാനം കൊടുത്തിരുന്നു. കോഴ്സ് എടുക്കാൻ, പ്രഭാഷണങ്ങൾ ചെയ്യാൻ, യോഗ ശിബിരങ്ങൾ നടത്താൻ, ഇതിനെല്ലാമുള്ള ട്രെയിനിങ് ദാദിജിയിലൂടെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ദാദിയോടൊപ്പം താമസിച്ച് ഒരു 6 മാസം ആയപ്പോൾ ഗുൽസാർ ദാദിജി അവിടെ വന്നു. കാരണം ആ സമയത്ത് മീററ്റിലെ ഒരു വലിയ മേളയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ ഗുൽസാർ ദാദി പറഞ്ഞു, പ്രോഗ്രാമിന് ശേഷം യോഗ ശിബിരം നടത്താൻ വേണ്ടിയിട്ട് ഈ ഭാവന ബഹൻ തന്നെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. നല്ല പോലെ ചെയ്യുക. അപ്പം ഞാൻ പുതിയ കുട്ടിയാണ്, വന്നിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ദാദി ഉടനെ ശരി പറഞ്ഞു. അല്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ, പുതിയ കുട്ടിയല്ലേ. പക്ഷെ ഗുൽസാർ ദാദി പറഞ്ഞതും ദാദി ഉടനെ ഓക്കെ പറഞ്ഞു. ദാദിജി വലിയ ദാദിമാർക്ക് അത്രയധികം ബഹുമാനം കൊടുത്തിരുന്നു. ഓരോ കാര്യത്തിലും ആജ്ഞാകാരിയായിരുന്നു ദാദി. മുതിർന്ന ദാദിമാരെന്തു പറയുന്നു ഉടൻ അത് കേട്ട് അതേപോലെ പാലിക്കും. ഞാൻ കോഴ്സ് എടുക്കുന്ന സമയത്ത്, രാജയോഗ ശിബിരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദാദി പുറത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കും ഞാൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. എന്നിട്ട് ദാദി വന്ന് പറഞ്ഞു, കൊള്ളാം, കുട്ടി നന്നായി ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദാദി ഒരിക്കലും ആരിലും പ്രഭാവിതയായിട്ടില്ല. ഒരു മാതാവിനെ പോലെ സ്നേഹവും നൽകിയിരുന്നു. ബ്രഹ്മഭോജനം, ബാബയ്ക്കുള്ള ടൂളികൾ, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എല്ലാം പഠിപ്പിച്ചു തരുമായിരുന്നു. ദാദി തന്നെ പറയും, എന്നും വെറും ചപ്പാത്തി മാത്രം ഉണ്ടാക്കരുത്, ഉണക്ക ചപ്പാത്തി മാത്രം ഉണ്ടാക്കരുത്, വെറൈറ്റി ബ്രഹ്മഭോജനം ഉണ്ടാക്കാൻ പഠിക്കണം, വെറൈറ്റി ഉണ്ടാക്കണം, ബാബയ്ക്ക് ഭോഗ് സമർപ്പിക്കണം, ബാബയുടെ മക്കൾക്ക് കൊടുക്കണം. എന്നിട്ട് ദാദി ബ്രഹ്മബാബ എങ്ങനെയെല്ലാം ബ്രഹ്മഭോജനം ഉണ്ടാക്കി കുട്ടികൾക്ക് നൽകിയിരുന്നു, ആ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുമായിരുന്നു. എങ്ങനെ യജ്ഞത്തിൽ ബാബ കുട്ടികളെ പാലിച്ചു.
ഞാൻ പുതിയ കുട്ടിയായിരുന്നു. ദാദി കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചിരുന്നത് സിന്ധി ശബ്ദങ്ങളാണ്. ഹിന്ദി ഭാഷയിൽ തന്നെ സിന്ധി വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ദാദിയുടെ വാക്കുകൾ പഠിച്ചു വെച്ചിരുന്നു. എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ ദാദി ആ സാധനത്തിൻ്റെ പേര് സിന്ധിയിലേ പറയുള്ളൂ. അപ്പോൾ ദാദിക്ക് സന്തോഷമായി, ഞാൻ പെട്ടെന്ന് പഠിച്ചതുകൊണ്ട്. ഞങ്ങൾ സഹോദരിമാർക്ക് സുഖമില്ലാതെ വന്ന ആ സമയത്ത് ദാദി വളരെയധികം ശ്രദ്ധിക്കും. ഉടനെ മരുന്ന് വാങ്ങി കൊണ്ടുവന്ന് തരും. അതായത് ദാദിക്ക് എപ്പോഴും കൊടുക്കുക എന്ന സങ്കല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും ആരിൽ നിന്ന് സഹായം എടുക്കുമായിരുന്നില്ല. സബ്കോ സമാൻ രൂപസെ ചലാത്തി ഥി. എല്ലാവരെയും ഒരേപോലെ കണ്ടിരുന്നു. അത് പാവപ്പെട്ടവരാകട്ടെ, ധനവാന്മാരാകട്ടെ, ചെറിയവരാകട്ടെ, മുതിർന്നവരാകട്ടെ, പൈസയുള്ളവരാകട്ടെ, പൈസയില്ലാത്തവരാകട്ടെ, ഒരാളുടെയും പ്രഭാവം ദാദിയിൽ വന്നില്ല. കാരണം ദാദിക്കൊന്നും ആരുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ദാദിയുടെ മനസ്സിൽ കൊടുക്കുക, കൊടുക്കുക, കൊടുക്കുക. പേര് പോലെ തന്നെ ദേവതാ ദാദി തന്നെയായിരുന്നു. കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ദാദിയുടെ ലക്ഷ്യം. അമ്മയുടെയും സ്വരൂപമായിരുന്നു ദാദി, ശക്തിയുടെയും സ്വരൂപമായിരുന്നു. ഓരോരുത്തരെയും ദാദി ധാരണാമൂർത്തികളാക്കി മാറ്റി. ത്യാഗി, തപസ്വി, ഓരോ സാഹചര്യത്തെ നേരിടാൻ യോഗ്യരാക്കി, അചഞ്ചലരാക്കി, ദൃഢതയുള്ളവരാക്കി മാറ്റി. ഓം ശാന്തി ആയിരുന്നു ദാദിയുടെ അനുഭവം. ഭാവന ബഹൻ. ഇനി നാളെ നമുക്ക് അടുത്ത സഹോദരി ദാദിയെക്കുറിച്ച് പറയണത് കേൾക്കാം. ഇന്നെന്താ പ്രചോദനം കിട്ടിയത്? ആ പോയിന്റുകൾ ഓർമ്മിച്ച് ബാബയുടെ ഓർമ്മയിലേക്ക് പോവാം. हमने देखा, हमने पाया, शिव भोला भगवान। इतना मीठा, इतना प्यारा, शिव भोला भगवान, शिव भोला भगवान। हमने देखा, हमने पाया, शिव भोला भगवान। कितना मीठा, कितना प्यारा, शिव भोला भगवान, शिव भोला भगवान। हमने देखा, हमने पाया, शिव भोला भगवान। कितना मीठा, कितना प्यारा, शिव भोला भगवान, शिव भोला भगवान। संगम का शुभ पावन युग यह, नई सृष्टि का प्रारंभ। मनोविकारों की मूर्छामय बीत चली है रात। अनुभव की
सका नहीं शब्द जन